നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഔദ്യോഗിക കൃത്യനിർവഹണത്തിനായി മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിക്കാറില്ലാത്ത അജിത് ഡോവൽ തലസ്ഥാനത്ത് തങ്ങിയത് ആരും അറിഞ്ഞില്ല. കുടുംബപരമായ ആവശ്യങ്ങൾക്കോ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി സംസാരിക്കാനോ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഫോൺ ഉപയോഗിക്കുന്നത്. സാധാരണക്കാർക്ക് അറിവില്ലാത്ത മറ്റ് അത്യാധുനിക വാർത്താവിനിമയ മാർഗങ്ങളാണ് തന്റെ രഹസ്യ സ്വഭാവമുള്ള ജോലികൾക്കായി അദ്ദേഹം ക്രമീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ 5ാമത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവൽ കേരള കേഡറിൽ നിന്നുള്ള വിരമിച്ച IPS ഉദ്യോഗസ്ഥരാണ്. 1968 സർവീസിൽ പ്രവേശിച്ച അദ്ദേഹം ധീരതയ്ക്കുള്ള കീർത്തി ചക്ര പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥരാണ്. 2016 സർജിക്കൽ സ്ട്രൈക്കുകൾ, 2019 ബാലാകോട്ട് വ്യോമാക്രമണം, ദോങ്കാം അതിർത്തി തർക്കം എന്നിവയിൽ ഇന്ത്യയുടെ നയതന്ത്ര സുരക്ഷാ നീക്കങ്ങൾക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം ഇദ്ദേഹമായിരുന്നു. 1999 കാണ്ഡഹാറിലെ IC-814 വിമാന റാഞ്ചിൽ പ്രതിസന്ധി ഘട്ടത്തിൽ ചർച്ച നടത്തിയവരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 1971 99 ഇടയിൽ അദ്ദേഹം നിരവധി വിമാന റാഞ്ചൽ കേസുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാനിൽ വർഷങ്ങളോളം രഹസ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നതിന്റെ അനുഭവ സമ്പത്തും അദ്ദേഹത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് മുൻപ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തിരുവനന്തപുരത്ത് എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പ്രത്യേക വിമാനത്തിൽ എത്തിയ ഡോവൽ 2 ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. PSLVയുടെ തുടർ പരാജയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അജിത് ഡോവൽ എത്തിയതെന്നാണ് സൂചന. തുമ്പയിലെ VSSCയിലെ എത്തിയ അദ്ദേഹം ശാസ്ത്രജ്ഞരടക്കം കണ്ട് വിവരശേഖരണം നടത്തി. തുടർന്ന് ഡോവൽ അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ചതായാണ് ലഭിക്കുന്ന വിവരം. ഇതിൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ ഉണ്ടത്രേ. ISROയുടെ വിശ്വസ്ത വിക്ഷേപണ വാഹനം PSLV തുടർച്ചയായി 2ാം തവണയും പരാജയപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ ആശങ്കയിലാക്കിയിരുന്നു. ജനുവരി 12 നടന്ന 2ാം വിക്ഷേപണവും പരാജയമായിരുന്നു. വിദേശത്ത് നിന്നുള്ളവർ ഉൾപ്പെടെ 16 ഉപഗ്രഹങ്ങൾ വഹിച്ച PSLV C-62 ദൗത്യം ലക്ഷ്യം കാണാതെ തകരുകയായിരുന്നു. ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ അന്വേഷണവും റോക്കറ്റിലുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മെയിലെ PSLV C-61 വിക്ഷേപണവും പരാജയപ്പെട്ടിരുന്നു. PSLV C-62 ദൗത്യത്തിന്റെ റോക്കറ്റിന്റെ 3ാം ഘട്ട ജ്വലനത്തിൽ തകരാറുണ്ടായെന്നും വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെന്നും ISRO ചെയർമാൻ ഡോക്ടർ V നാരായണൻ അറിയിച്ചു. PSLV റോക്കറ്റിന്റെ 3ാം ഘട്ടം തകരാറിലാകുന്നത് തുടർച്ചയായി 2ാം തവണയാണ്. ഇന്ത്യൻ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ EOAS-N1 അന്വേഷണയ്ക്കൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 15 ചെറു ഉപഗ്രഹങ്ങൾ കൂടി ഭ്രമണപഥത്തിൽ എത്തിക്കാനായിരുന്നു വിക്ഷേപണം. 3ാം ഘട്ട ജ്വലനത്തിന് ശേഷം വിക്ഷേപണ പാതയിൽ വ്യതിയാനമുണ്ടായതായാണ് അധികൃതർ നൽകുന്ന വിവരം. വിക്ഷേപണത്തിന്റെ 2026 ISROയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം കൂടിയാണ് പരാജയമായത്. രാവിലെ 10:17 1ാം വിക്ഷേപണ തറയിൽ നിന്ന് വാഹനം വിജയകരമായി കുതിച്ചുയർന്നെങ്കിലും അവസാന ഘട്ടത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയായിരുന്നു. ഉപഗ്രഹങ്ങൾ വേർപെടേണ്ട സമയത്ത് ഈ സിഗ്നലുകൾ ലഭിക്കാതായതോടുകൂടി മിഷൻ കൺട്രോൾ റൂമിൽ നിശബ്ദത തുടർന്ന് നടത്തിയ പരിശോധനകൾക്ക് ഒടുവിലാണ് ദൗത്യം പരാജയപ്പെട്ടുവെന്ന തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായത്. പരാജയത്തിന്റെ സാങ്കേതിക കാരണങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ISRO പുറത്തുവിട്ടിട്ടില്ല. ഇതാണ് അജിത് ഡോവലിന് അറിയേണ്ടിയിരുന്നത്. രാജ്യത്തിന്റെ പ്രതിരോധ ആവശ്യങ്ങൾക്ക് നിർണായകമാകുമായിരുന്ന DRDOയുടെ അന്വേഷണ എന്ന 400 കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹമാണ് ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്നത്. 505 കിലോമീറ്റർ ഉയരത്തിൽ സ്ഥാപിച്ച അതിർത്തിയിലെയും മറ്റും കൃത്യമായ വിവരങ്ങൾ ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗിലൂടെ നൽകേണ്ട ഉപഗ്രഹമായിരുന്നു ഇത്. കൂടാതെ ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പ് മേഖല ഉറ്റുനോക്കിയിരുന്ന ഈ ചെന്നൈ ആസ്ഥാനമായുള്ള ഓർബിറ്റ് എയ്ഡ് എയ്റോസ്പേസിന്റെ ആയുൾസാറ്റ് ഇതിലുണ്ടായിരുന്നു. ബഹിരാകാശത്ത് വെച്ച ഉപഗ്രഹങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന പെട്രോൾ പമ്പ് സാങ്കേതിക വിദ്യ പരീക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ദൗത്യമായിരുന്നു ഇത്. ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ 9ാമത്തെ വാണിജ്യ ദൗത്യം കൂടിയായിരുന്നു ഇത്. സ്പേസിൽ നിന്നുള്ള കിഡ് ക്യാപ്സ്യൂൾ UK-യും അതുപോലെ തന്നെ തായ്ലാൻഡും സംയുക്തമായി നിർമ്മിച്ച തിയോസ് 2 എന്നിവയും ഉൾപ്പെടെ 14 വിദേശ ഉപഗ്രഹങ്ങളും ദൗത്യത്തിന്റെ ഭാഗമായിരുന്നു. 2 സ്ട്രോപ്പ് ഓൺ മോട്ടോറുകൾ മാത്രം ഉപയോഗിക്കുന്ന PSLV DL പതിപ്പാണ് വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. PSLVയുടെ ചരിത്രത്തിലെ 2ാമത്തെ പരാജയമാണിതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അജിത് ഡോവൽ എന്ന ഒറ്റയാൻ കളത്തിലുണ്ടെന്നാണ് ഇന്ത്യയുടെ അഭിമാനം. അതിർത്തി
അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്ന പാകിസ്ഥാൻ സൈന്യത്തിനുള്ള മുന്നറിയിപ്പാണ് ഇത്. എപ്പോഴൊക്കെ ഇന്ത്യ പ്രതിരോധത്തിലായിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു സൂപ്പർ ഹീറോയെ പോലെ അവതരിച്ചിട്ടുണ്ട് ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്. ശത്രുവിന്റെ മർമ്മം നോക്കി പ്രഹരിക്കാൻ ശേഷിയുള്ള ഈ ബുദ്ധിരാശ്വസന ആരാധകർക്കിടയിൽ ഒരു വിളിപ്പേരു തന്നെയുണ്ട്, ജെയിംസ് ബോണ്ട്. പതിവ് തെറ്റിയില്ല. ഇത്തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അജിത് ഡോവലിനെ കളത്തിലിറക്കി. അതും ആദ്യഘട്ടത്തിൽ പഹൽഗാം ആണെങ്കിൽ പിന്നീട് ഇപ്പോഴത്തെ PSLVയുടെ തകരാറ്. PSLVയുടെ തകരാറ് എന്ന് പറഞ്ഞ ആ ഒരു വാർത്ത അത് അരമണിക്കൂർ നേരത്തേക്ക് ലൈംലൈറ്റിൽ നിന്ന് അതിനുശേഷം അത് മങ്ങി മറിഞ്ഞു. എന്നാൽ രാജ്യത്തിന്റെ വളരെ തന്ത്രപ്രധാനമായ ഈ കാര്യങ്ങൾ അതിൽ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അജിത് ഡോവൽ എത്തിയത്. ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗങ്ങളിൽ മാധ്യമങ്ങളുടെ കണ്ണുടക്കിയതും ഈ കറുത്ത കോട്ടുധാരിയിലായിരുന്നു അന്ന് പഹൽഗാം ദുരന്തത്തിൽ. ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണമെന്നും തീരുമാനിക്കുന്നതിൽ ഈ വ്യക്തിക്ക് നിർണായക പങ്കുണ്ട്. എന്തുകൊണ്ട് ഈ ഓഫീസർ ശ്രദ്ധാകേന്ദ്രമാകുന്നു? അജിത് ഡോവലിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവൻ സാഹസികവും അത്ഭുതകരമായ രഹസ്യാന്വേഷണ കൗതുകങ്ങളും നിറഞ്ഞതാണ്. പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് ഡോവലിന് കാണാപ്പാടമാണെന്ന കഥ തന്നെയുണ്ട്. പഞ്ചാബ് അമൃത്സറിലെ സുവർണ ക്ഷേത്രം കൈയടക്കിയ ദിവസങ്ങളിലാണ് അജിത് ഡോവൽ എന്ന സാഹസികനായ ഓഫീസറുടെ ധൈര്യം രാജ്യം മനസ്സിലാക്കിയത്. ഭീകരവാദികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കടന്നു ചെന്നു. താനൊരു പാകിസ്ഥാൻ ചാരനാണെന്ന് ഖാലിസ്ഥാൻ വാദികളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചു. ക്ഷേത്രത്തിനുള്ളിലെ ഭീകരരുടെ രഹസ്യ ചോർത്തി സേനയ്ക്ക് നൽകി. ധീരമായ ഈ സേവനത്തിന് രാജ്യം അജിത്തിന് കീർത്തി ചക്ര നൽകി ആദരിച്ചു. കാണ്ഡഹാർ വിമാന റാഞ്ചലിലും ഇറാഖില് ഇന്ത്യൻ നഴ്സുമാരെ IS ബന്ദികളാക്കിയപ്പോഴും ഭീകരന്മാരുമായി സംസാരിക്കാൻ ഇന്ത്യ നിയോഗിച്ചതും ഡോവലിനെ തന്നെയാണ്. 2016 ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യമേൽപ്പിച്ചത്. നിയന്ത്രണ രേഖയിൽ നിന്നും 2 കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന് നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ്. പ്രതിരോധം ഒരിക്കലും വിജയം തരില്ല, അതായിരുന്നു ഡോവലിന്റെ തിയറി. ബംഗ്ലാദേശ്, മ്യാൻമാർ, തായ്ലാന്റ്, സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ടാപ്പുള്ളികളെയും ഇന്ത്യയിൽ എത്തിച്ചത് ഡോവലിന്റെ ബുദ്ധിപൂർവമായ നീക്കങ്ങളാണ്. 7 വർഷം പാകിസ്ഥാനിലെ ഇന്ത്യൻ ചാരനായിരുന്നു അദ്ദേഹം. വേഷം മാറി അവിടെ ജീവിച്ച പാകിസ്ഥാന്റെ മുക്കും മൂലയും പഠിച്ചെടുത്തു. മുള്ളിനെ മുള്ളുകൊണ്ട് തന്നെ എടുക്കണമെന്ന ഡോവലിന്റെ ചരടുവലികൾ ഇന്ത്യൻ സൈന്യത്തിന് എന്നും ഒരു മുതൽക്കൂട്ടായിരുന്നു. ഇന്ത്യയുടെ അഭിമാനമായ അജിത് ഡോവലിന്റെ കരിയറിന്റെ തുടക്കം നമ്മുടെ സ്വന്തം തലശ്ശേരിയിൽ നിന്നാണ്. ഉത്തരാഖണ്ഡിൽ ജനനം. 1968 IPS ലഭിച്ചു. ASP ആയി കേരള പോലീസിൽ സേവനം ചെയ്യുന്നതിനിടയിലാണ് 1971 തലശ്ശേരിയിലെ 2 വിഭാഗങ്ങൾക്കിടയിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. K. കരുണാകരനാണ് അന്ന് ആഭ്യന്തരമന്ത്രി. കേരള പോലീസിലെ ഏറ്റവും ജൂനിയർ IPS ഉദ്യോഗസ്ഥനായിരുന്നു അജിത് ഡോവൽ എന്നെയാണ് കരുണാകരൻ തലശ്ശേരിയിലേക്ക് നിയോഗിച്ചത്. കരുണാകരൻ നൽകിയ ആ കൈനീട്ടം പിഴച്ചില്ല. അന്ന് ഡോവലിന് പ്രായം 26. ഇന്ന് 80-ാം വയസ്സിൽ ഇതേ അജിത് ഡോവലിനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശ്രയിക്കുന്നു. കേരളത്തിലെ സ്വർണ്ണക്കടത്തിലെ ഭീകരവാദം, വിധ്വംസക പ്രവർത്തനങ്ങളുടെ ബന്ധങ്ങളടക്കം ഈ NIA ഇഴകീറി പരിശോധിച്ചപ്പോൾ അജിത് ഡോവൽ ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പ്രത്യേക താല്പര്യമെടുത്തതോടുകൂടിയാണ് കേരളത്തിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തതും അന്വേഷണം എങ്ങും എത്താത്തതുമായ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകളും NIA അന്വേഷിക്കാൻ തീരുമാനമെടുത്തത്. അജിത് ഡോവലിന്റെ കരിയറിലെ കേരള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 1971 തലശ്ശേരി കലാപത്തോടുകൂടിയാണ് അജിത് ഡോവലിന്റെ പേര് ആദ്യമായി വാർത്തകളിൽ ഇടം നേടുന്നത്. 1971 ഡിസംബർ 28-നാണ് കേരളം കോളിളക്കം സൃഷ്ടിച്ച തലശ്ശേരി കലാപം ഉണ്ടാകുന്നത്. അന്ന് 26 വയസ്സുകാരനെ കേരളം മുഴുവനും ശ്രദ്ധിക്കുകയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഈ ക്യാബിനറ്റ് സെക്രട്ടറിക്ക് പകരമായി സേനാ തലവന്മാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നതും ഡോവലാണ്. നീതി ആയോഗ് ചെയർമാൻ, ക്യാബിനറ്റ് സെക്രട്ടറി, RBI ഗവർണർ, 3 സൈനിക മേധാവികൾ, ഹോം സെക്രട്ടറി, ധനകാര്യ പ്രതിരോധ സെക്രട്ടറിമാർ എന്നിവരടങ്ങുന്ന ഉന്നതരുടെ കൂട്ടായ്മയാണ് അജിത് ഡോവലിന് കീഴിൽ നിലവിൽ വന്നത്. ഇവരിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ നേരിട്ട് കാര്യങ്ങൾ ധരിപ്പിക്കുക. ഉന്നത നയതന്ത്ര സംഘം അഥവാ SPG എന്ന് വിളിക്കുന്ന ഈ ഉന്നത ഉദ്യോഗസ്ഥ സംഘത്തിൽ പ്രതിരോധ ആയുധങ്ങളുടെ നിർമ്മാണവും വിതരണവും ചുമതലയുള്ള സെക്രട്ടറി, പ്രതിരോധ മന്ത്രിയുടെ ശാസ്ത്ര ഉപദേഷ്ടാവ്, ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് സെക്രട്ടറി, റവന്യൂ, ബഹിരാകാശ, IB, ഊർജ്ജ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങിയിട്ടുണ്ട്. ഉന്നത നയതന്ത്ര സംഘം ആദ്യമായല്ല രൂപീകരിക്കുന്നത്.
നേരത്തെ IB വാജ്പേയിയുടെ കാലം മുതലേ SPG നിലവിലുണ്ട്. ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ പ്രാഥമിക തല സമിതിയാണ് ഇത് കണക്കാക്കുന്നത്. പ്രതിരോധ നയങ്ങളുടെ വിലയിരുത്തലും ഈ ഹ്രസ്വ ദീർഘകാല സുരക്ഷാ വെല്ലുവിളികളും SPG വിലയിരുത്തുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഡോവലിന് SPGയുടെ ചുമതല കൂടി നൽകുന്നതുകൊണ്ട് എന്താണ് വ്യത്യാസമെന്നതാണ് പ്രധാന ചോദ്യം. ക്യാബിനറ്റ് സെക്രട്ടറി എന്നത് സർക്കാർ പദവിയാണെങ്കിലും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിനെ നിയമിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ്. സർക്കാർ ജീവനക്കാർക്ക് മുകളിലായി രാഷ്ട്രീയ നിയമനം നടത്തിയിരിക്കുകയാണ് അജിത് ഡോവലിന്റെ വരവോടെ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഉന്നത നയതന്ത്ര യോഗങ്ങൾ ചേരാറില്ല. ഈ കുറവ് പരിഹരിക്കാനാണ് അജിത് ഡോവലിന്റെ നിയമനം. അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് പദവി നൽകിയതോടെ സേനാ തലവന്മാരും സെക്രട്ടറിമാരും അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുന്നതിലെ നിയമ തടസ്സവും ഇല്ലാതെയായി. മുൻകാലങ്ങളിൽ ഒരു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് കീഴിലുള്ള 3 ഡെപ്യൂട്ടികളുടെ നിയമനം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ജോലിഭാരം കുറച്ചിട്ടുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന് കീഴിൽ പ്രതിരോധ ആസൂത്രണ കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. പ്രതിരോധവുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുടെ ആസൂത്രണ ചുമതലയാണ് ഈ കമ്മിറ്റിക്കുള്ളത്.